مراصد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم اجعل خطبتي خطبة مؤثرة في قلبي وفي قلوب الناس يا أرحم الراحمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا. صدق الله مولانا العظيم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. الله سبحانه وتعالى നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാവിധ അപരാധങ്ങളും അവന്റെ കാരുണ്യം കൊണ്ട് അവതാരം പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട് മണ്ണറകളിൽ കഴിയുന്നവർ, നമ്മുടെ മുൻഗാമികൾ, മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പടച്ചതമ്പുരാൻ മഗ്ഫിറത്തും റഹ്മത്തും നൽകുകയും ആ ഖബറിടങ്ങളെ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതങ്ങളിലെ എല്ലാവിധ പ്രയാസങ്ങളും പടച്ചതമ്പുരാൻ പരിഹരിച്ചു തരുമാറാകട്ടെ. തടവറകളിൽ കഴിഞ്ഞുകൂടുന്ന എല്ലാ സഹോദരങ്ങൾക്കും പടച്ചവൻ എത്രയും എളുപ്പത്തിൽ മോചനം നൽകുമാറാകട്ടെ. അന്തസ്സോടെയും നിർഭയത്വത്തോടെയും ഈമാനോടെയും നമ്മുടെ നാടുകളിൽ ജീവിച്ചു മരിക്കാൻ പടച്ചതമ്പുരാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പഠിപ്പിച്ച ജീവിത സന്ദേശങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അവിടുന്ന് ലോകത്തോട് പഠിപ്പിച്ച കാരുണ്യം പറഞ്ഞാലൊടുങ്ങാത്ത വിവിധ മേഖലകളിൽ മനുഷ്യരോട്, മുസ്ലിമുകളോട്, അന്യമതസ്ഥരോട്, മൃഗങ്ങളോട്, പറവകളോട്, മരങ്ങളോട്, പ്രകൃതിയോട്, ജലാശയങ്ങളോട് എന്നിങ്ങനെ എല്ലാ ഓരോ സൃഷ്ടികളോടും എങ്ങനെയാണ് കാരുണ്യത്തോടെ വർത്തിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ്. എന്നാൽ ആ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശത്രുവിന്റെ മുമ്പിൽ അടിയറവ് പറയലോ അല്ലെങ്കിൽ ശത്രുക്കൾ വലിച്ചെറിയുന്ന ചപ്പുചവറുകൾ ഏറ്റുവാങ്ങുകയോ ചെയ്യലല്ല എന്നും നാം കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്യുകയാണ്. പടച്ചവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതിയുടെ പ്രവാചകനായിട്ടാണ് ഈ ലോകത്ത് അവതരിപ്പിക്കുന്നത്. അഥവാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വത്തിന്റെ, പ്രബോധനത്തിന്റെ, ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ അവസാന പ്രവാചകനായി ലോകത്തേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ പല നിലയിലുള്ള നീതി നിഷേധങ്ങളും അവകാശ ലംഘനങ്ങളും അക്രമങ്ങളും അനാചാരങ്ങളും ഒക്കെ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായി. അവിടെ അല്ലാഹുവിന്റെ ഹബീബ് എന്താണ് നീതി, എന്താണ് അവകാശം, നീതി നിഷേധം നടക്കുമ്പോൾ ഒരു വിശ്വാസി ഏത് നിലയിലുള്ള ഇടപെടലുകൾ നടത്തണമെന്നൊക്കെ കൃത്യമായി അവിടുന്ന് ലോകത്തോട് പഠിപ്പിച്ചു തരികയും കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. മക്കയിൽ ഖുറൈശികൾ, അധികാരം ഖുറൈശികളുടെ കയ്യിലായിരുന്നു. ആളുതലത്തിൽ കൂടുതൽ ഖുറൈശികളായിരുന്നു. മക്കയിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലും ഖുറൈശികളായിരുന്നു. എന്നാൽ ആ ഖുറൈശി പ്രമാണിമാരുടെ നേതൃത്വത്തിൽ അക്രമവും അഴിഞ്ഞാട്ടവും നീതി നിഷേധവും നടപ്പിൽ വരുത്തപ്പെടുമ്പോൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ആദ്യത്തെ പള്ളിയായ കഅബാലയം പോലും തങ്ങളുടെ അധികാരത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് വരുത്തിയിട്ട് ആ കഅബാലയം 360ഓളം വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ആരാധിച്ച് ഒരു പള്ളിയെ ശിർക്കിന്റെ കേന്ദ്രമാക്കിക്കൊണ്ട് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പാടില്ലാത്തതാണ് എന്നും അവിടെ ഇത് നടക്കാൻ പാടില്ലാത്തതാണ് എന്നും ഏകനായ അല്ലാഹുവിനെ മാത്രമാണ് അവിടെ ആരാധിക്കേണ്ടത് എന്നും ഒക്കെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. അന്ന് മുസ്ലിമുകൾ ആൾബലത്തിൽ കുറവായിരുന്നു. അന്ന് മുസ്ലിമുകൾക്ക് അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെയേറെ പീഡിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ പോലും നീതി നിഷേധത്തിനെതിരെ, അക്രമങ്ങൾക്കെതിരെ അടരാടുവാൻ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിക്കുകയായി.
അവിടുന്ന് പഠിപ്പിച്ച ഏറ്റവും മഹത്തായ ദീനീ പ്രവർത്തനം അഫ്ളലുൽ ജിഹാദ്, ഏറ്റവും മഹത്തായ ദീനീ പ്രവർത്തനം, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദീനീ പരിശ്രമം മൻ ഖാല കലിമതു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഹിർ, അക്രമകാരിയായ ഒരു ഭരണാധികാരിയുടെ മുന്നിൽ സത്യം വിളിച്ചു പറയലാണ്, സത്യത്തിനു വേണ്ടി ശബ്ദിക്കലാണ് ഏറ്റവും മഹത്തായ ദീനീ പ്രവർത്തനമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തെ പഠിപ്പിച്ചു. മറ്റു ചില ഹദീസുകളിൽ അഫ്ളലുൽ ജിഹാദി മൻ ഖാല കലിമതു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജാഹിർ എന്നും അവിടുന്ന് പഠിപ്പിച്ചത് കാണാം. അഥവാ നീതിക്ക് വേണ്ടി അക്രമകാരിയായ ഭരണകൂടത്തിന്റെ മുമ്പിൽ ശബ്ദിക്കലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്നും അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ നീതിക്ക് വേണ്ടി ശബ്ദിക്കലും അനീതിക്കെതിരെ ശബ്ദമുയർത്തലുമൊക്കെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ചു. അവിടുത്തേക്ക് പ്രവാചകത്വം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ ഒരു ദിവസം അബൂ ഖുബൈസ് എന്ന പേരുള്ള പർവ്വതത്തിന്റെ മുകളിൽ അന്യനാട്ടുകാരനായ ഒരു മനുഷ്യൻ കയറി നിന്ന് പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുമ്പോൾ മക്കയിലെ പ്രമാണിമാരൊക്കെയും എന്താണ് കാര്യമെന്ന് അദ്ദേഹത്തെ വിളിച്ചന്വേഷിക്കുമ്പോൾ അന്യനാട്ടുകാരനായ ആ മനുഷ്യൻ അവരോട് പരിഭവം പങ്കുവെക്കുകയുണ്ടായി. നിങ്ങളുടെ നാട്ടിലേക്ക് പുറം നാട്ടിൽ നിന്ന് കച്ചവടത്തിന് വന്നൊരു സാധാരണ കച്ചവടക്കാരനാണ് ഞാൻ. എന്നാൽ എന്റെ കച്ചവട സാധന സാമഗ്രികളും സമ്പാദ്യങ്ങളും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പിടിച്ചെടുത്തു കൊണ്ടുപോയി. എന്റെ സമ്പാദ്യം എനിക്ക് നഷ്ടമായി, എന്റെ കച്ചവടം എനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞ് അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ പൊട്ടിക്കരയുമ്പോൾ മക്കയിലെ അന്നത്തെ പ്രമാണിമാർ അവരെല്ലാവരും അബ്ദുല്ലാഹ് ഇബ്നു ജദആൻ എന്ന പ്രമാണിയുടെ വീട്ടിൽ ഒന്നുചേരുകയും ഇതിനൊരു പ്രതിവിധി ഉണ്ടാകണം, ഇനി മക്കയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഒരാളും ഈ നാട്ടിൽ നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല, ഒരാളും ആക്രമിക്കപ്പെടാൻ പാടില്ല, ഒരാളും ഇവരെ ഈ നിലയിൽ അവരുടേതായ അവകാശങ്ങൾ പിടിച്ചിരുത്തപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കുകയും ആ യോഗത്തിൽ പ്രമാണിമാരായ ആളുകളൊക്കെ പങ്കെടുക്കുകയും അവസാനം അവർ ഒരു കരാർ എഴുതുകയുണ്ടായി. ഇനി മക്കയുടെ മണ്ണിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് നീതി നിഷേധിക്കപ്പെട്ടാൽ മരണം വരെയും ആ മനുഷ്യന്റെ നീതിക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് മക്കയിലെ പ്രമാണിമാർ 50, 60, 70 വയസ്സുള്ള ആളുകളൊക്കെ ഒന്നു ചേർന്നിട്ട് കരാർ ഒപ്പിടുമ്പോൾ ആ കരാറിൽ ഒപ്പിടാൻ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള, അതിനടുത്ത് മാത്രം പ്രായമുള്ള അബ്ദുള്ളയുടെ പുത്രനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് പ്രവാചകത്വം നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ യുവത്വ കാലഘട്ടത്തിൽ തന്നെ നീതിബോധമുള്ള ഒരു യുവാവായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിൽക്കാലത്ത് മദീനയിലെത്തിയതിനു ശേഷം ഇസ്ലാമിക സമൂഹം വളർച്ച പ്രാപിച്ചതിന് ശേഷവും റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഇനിയും അതുപോലെ ഒരു കരാറിന് ഖുറൈശികൾ എന്നെ ക്ഷണിച്ചാൽ ദുനിയാവിലെ വലിയ വലിയ സമ്മാനങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ നീതിക്ക് വേണ്ടിയുള്ള അതുപോലെയുള്ള കരാറുകളിൽ ഒപ്പുചേർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. എങ്കിൽ അത്രത്തോളം ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതിയെ ഇഷ്ടപ്പെട്ടിരുന്നു. അവിടുന്ന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനെ ഇഷ്ടപ്പെട്ടിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യവുമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് യാത്ര നടത്തിയിരുന്ന സഹാബാക്കൾ, അതിൽ നിന്നും നബിയുടെ ആമിർ റളിയല്ലാഹു അൻഹു സംഘവും റുസ്തമിന്റെ രാജ്യത്തേക്ക് എത്തുമ്പോൾ റുസ്തം ഇസ്ലാമിക പ്രബോധന സംഘത്തെ മുഴുവനും തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. നല്ല മിനുസമുള്ള കാർപ്പറ്റുകൾ വിരിച്ചിരിക്കുന്ന കൊട്ടാരത്തിലൂടെ ഇസ്ലാമിന്റെ പ്രബോധക സംഘം നബിയുടെ ആമിർ റളിയല്ലാഹു അൻഹു സംഘവുമൊക്കെ അവരുടെ കുന്തം അതിൽ വലിച്ചെടുത്തുകൊണ്ട് ധീരതയോടുകൂടി രാജാവിന്റെ ചക്രവർത്തിയുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ അന്ന് റുസ്തം ചോദിച്ചിരുന്നു, നിങ്ങൾ എന്ത് ഇസ്ലാമുമായിട്ടാണ് വന്നിരിക്കുന്നത്? അവിടെ മഹാനായ നബിയുടെ ആമിർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്തിയത് ഇത് നീതിയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു മാർഗമാണ്. ജനങ്ങളെ, സൃഷ്ടികളുടെ അടിമത്തത്തിൽ കഴിയുന്ന ജനങ്ങളെ അതിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, ദുനിയാവിന്റെ സങ്കീർണതകളിൽ കഴിയുന്ന ജനങ്ങളെ വിശാലമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രത്യയശാസ്ത്രം. അവസാനം അവിടുന്ന് പറഞ്ഞത് വമിൻ ജൗരിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാം, മറ്റുള്ള മതങ്ങളുടെ, മറ്റുള്ള ആത്മീയ
ഇസ്ലാമിയ മാർഗങ്ങളുടെ നീതി നിഷേധങ്ങളിൽ നിന്നും ഇസ്ലാമിന്റെ നീതിയുക്തമായ ഒരു ജീവിതത്തിലേക്ക് ജനങ്ങളെ മോചിപ്പിച്ചെടുത്തു കൊണ്ടുവരുന്ന ഒരു പ്രത്യയ ശാസ്ത്രം എന്ന നിലയിലാണ് മഹാനായ നബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ അവിടെ പരിചയപ്പെടുത്തി. ഇതാണ് ഇസ്ലാം. ഇസ്ലാം നീതിയിൽ അധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇസ്ലാം അനീതിക്കെതിരായിരുന്നു, എല്ലാ കാലത്തും ഇസ്ലാം അക്രമത്തിനെതിരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ റസൂലുള്ള പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ചതമ്പുരാനോട് ഏറ്റവും സാമീപ്യം ലഭിക്കുന്നത്, അല്ലാഹുവുമായി ഏറ്റവും അടുത്ത് നിർത്തപ്പെടുന്നത്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഇരിപ്പിടം കൊണ്ട് ഏറ്റവും കൂടുതൽ അടുക്കാൻ സാധ്യമാകുന്നത് നീതിയിൽ അധിഷ്ഠിതമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു മനുഷ്യരാണ്. നാം ഒന്ന് ചിന്തിക്കണം, നിസ്സാര കാര്യമല്ല. ഇവിടെ നിസ്കാരത്തിന്റെയോ ദിക്റിന്റെയോ സ്വലാത്തിന്റെയോ കാര്യമല്ല. അല്ലാഹുവിനോട് ഏറ്റവും അടുപ്പ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ പാരത്രിക ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. അല്ലാഹുവിനോട് ഏറ്റവും അടുത്തിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ VIP സീറ്റ് എവിടെ പാരത്രിക ലോകത്ത് ലഭിക്കുന്നത് ആർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നീതിയിൽ അധിഷ്ഠിതമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സാമീപ്യം ചിന്തിക്കുവാനും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇരിക്കാനും പറ്റുന്നത്. അത്രത്തോളം നീതിക്ക് സ്ഥാനം കൊടുത്ത ഒരു പ്രത്യയ ശാസ്ത്രമാണ് ഇസ്ലാം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, സ്വർഗത്തിലേക്ക് പോകുന്ന 3 വിഭാഗം ആളുകൾ, അതിലൊരു വിഭാഗമായി റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തിയത് നീതിക്ക് സ്ഥാനം കൊടുക്കുന്ന ഭരണാധികാരികളാണ് എന്ന്. മറ്റൊരിക്കൽ അവിടുന്ന് പഠിപ്പിച്ചത് സബഅതു യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് പടച്ചതമ്പുരാനവന്റെ മഹ്ശറയിൽ ഒരു തണലുമില്ലാത്ത ദിവസം. നമുക്കറിയാം, മഹ്ശറ എന്ന് പറഞ്ഞാൽ കട്ടിച്ചമ്പുവാകിയ തറയിൽ നിർത്തപ്പെടുമ്പോൾ ഒരു ചെരുപ്പ് പോലുമില്ലാതെ, ശരീരത്തിൽ ഒരു നൂൽക്കഷണം പോലുമില്ലാതെ, സൂര്യൻ തലയുടെ തൊട്ടു മുകളിൽ തീ തുപ്പിക്കൊണ്ട് നിൽക്കുമ്പോൾ, മനുഷ്യൻ വിയർപ്പിൽ മുങ്ങി മറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, അവിടെ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭ്യമാകുന്നതല്ല. അങ്ങനെയുള്ള ആ തണലിൽ പടച്ചതമ്പുരാൻ കൊണ്ടുവന്ന് ചേർക്കുന്ന 7 വിഭാഗം ആളുകൾ. ആ വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ഇമാമുൻ ആദിൽ, നീതിമാനായ ഒരു ഭരണാധികാരിയാണ്. എന്നിങ്ങനെ നീതിയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവർക്ക് സ്വർഗമുണ്ടോ എന്നും അവർക്ക് പാരത്രിക ലോകത്തെ പടച്ചവന്റെ ഭാഗത്തുനിന്ന് സഹായമുണ്ടോ എന്നും അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാൻ കഴിയുമെന്നും ഒരു ഭാഗത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു, നീതിയില്ലാത്ത ഒരു അധികാരി, തന്റെ ഭരണീയർക്കിടയിൽ നീതി നടപ്പിലാക്കാത്ത ഒരു ഭരണാധികാരി, അങ്ങനെ ഒരു ഭരണകൂടം നരകത്തിലേക്ക് നാളെ വലിച്ചെറിയപ്പെടുന്നതാണ് എന്ന് പഠിപ്പിച്ച് ഒരു മുസ്ലിമിന് സ്വർഗവും നരകവും ലഭിക്കുന്നത് അവന്റെ നിലപാടിനനുസരിച്ചാണ്. നീതിയോടൊപ്പമാണ് ഒരു വിശ്വാസി നിൽക്കുന്നത് എങ്കിൽ, നീതി എന്തെന്നറിഞ്ഞ് നീതിയെ മനസ്സിലാക്കി അതിനോടൊപ്പം നിൽക്കാനാണ് തയ്യാറാകുന്നതെങ്കിൽ, അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് നീതിയോടൊപ്പം നിൽക്കുന്ന ഒരു മുസ്ലിം അവൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയാണ്. ഹദീസുകൾ നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. നരകത്തിലേക്ക് പോകേണ്ടുന്ന 2 വിഭാഗത്തെ റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ, ഒന്നാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീതി നിഷേധമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതോടൊപ്പം നിൽക്കുന്ന ഒരു ഭരണാധികാരി. രണ്ടാമത്തേത്, ആ നീതിയെ അന്വേഷിച്ചറിയാതെ അനീതിക്കൊപ്പം നിൽക്കുന്ന ഒരു ഭരണാധികാരി. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അനീതിയോടൊപ്പം നിൽക്കുന്നവർക്ക് നരകമാണ്. അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നീതി എന്ത് എന്ന് അന്വേഷിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ആ നീതിയോടൊപ്പം, അവകാശത്തോടൊപ്പം, സത്യത്തോടൊപ്പം ഒരു സത്യവിശ്വാസിക്ക് നിൽക്കാൻ സാധ്യമാകേണ്ടതുണ്ട്. അത് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും, അതെന്തൊക്കെ കുഴപ്പങ്ങൾ നേരിടേണ്ടി വന്നാലും, ഏതൊക്കെ പ്രതിസന്ധികളുടെ മുന്നിലേക്ക് പോകേണ്ടി വന്നാലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഖുലിൽ ഹഖ് വലൗ കാന മുറ, നീ സത്യം മാത്രം പറയുക, അതിന്റെ പേരിൽ എത്ര കയ്പ് നീർ കുടിക്കേണ്ടി വന്നാൽ, എത്ര കയ്പേറിയതായ അനുഭവങ്ങൾ നിനക്ക് നേരിടേണ്ടി വന്നാലും, മറ്റുള്ളവർക്ക് നിന്നോട് അനിഷ്ടം തോന്നിയാലും, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും,
സത്യം മാത്രം പറയുക, സത്യത്തോടൊപ്പം നിൽക്കുക എന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതാണ് ഇസ്ലാമിന്റെ അന്തസത്ത. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നീതിയിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രം തന്നെയാണ്. ഇസ്ലാമിന്റെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള ഇസ്ലാമിന്റെ ചരിത്രം നാം ഒന്ന് പഠിച്ചു നോക്കുക. നമ്മുടെ മുൻഗാമികൾ, നാം ആദരിക്കുന്നവർ, നാം ബഹുമാനിക്കുന്നവർ, ഇവരൊക്കെയും നീതിയോടൊപ്പം നിന്നവരായിരിക്കില്ല. നമ്മുടെ പ്രവാചകന്മാരൊക്കെയും ഇസ്ലാമിന്റെ സന്ദേശവുമായി വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വിഭിന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരൊക്കെയും നീതിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് ലോകത്തെ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ പ്രവാചകന്മാരെയും വിശുദ്ധ ഖുർആനും കൊടുത്ത് വ്യക്തമായ മാർഗരേഖയോടുകൂടി അയച്ചിരിക്കുന്ന സന്ദർഭം പറയുമ്പോൾ അവിടെ ഖുർആൻ പറയുന്നുണ്ട്, ജനങ്ങൾക്കിടയിൽ നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് വേദഗ്രന്ഥങ്ങളുമായി വ്യക്തമായ മാർഗനിർദ്ദേശത്തോടുകൂടി പടച്ചതമ്പുരാൻ എല്ലാ പ്രവാചകന്മാരെയും ലോകത്തേക്ക് അയച്ചത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ നമുക്കറിയാം, പ്രവാചകന്മാർക്കൊക്കെയും അവരവരുടെ കാലഘട്ടങ്ങളിൽ പല പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന്, ഭൂരിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്, പ്രമാണിമാരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ എല്ലാ പ്രവാചകന്മാർക്കും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമ്രൂദ് എന്ന ഒരു ഭീകര ഭരണകൂട നേതാവിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മൂസാ നബിക്ക് ഫറോവയെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് അബൂജഹലും അബൂലഹബും ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘത്തെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവരോടെല്ലാം സമരസപ്പെട്ടുകൊണ്ട്, അവർ പറയുന്നതെല്ലാം അംഗീകരിച്ചുകൊണ്ട്, അവർക്ക് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിതം നയിക്കാൻ ഒരു പ്രവാചകന്മാരും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. സ്വഹാബാക്കൾ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. സ്വഹാബാക്കളുടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പല പല പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ലേ? സ്വഹാബാക്കളിൽ എത്രയോ പേരാണ് ആ മാർഗങ്ങളെ അടിയുറച്ചു നിന്നുകൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ളത്, കുടുംബങ്ങളെ അനാഥമാക്കിയിട്ടുള്ളത്, അവരുടെ ജീവൻ അർപ്പിക്കാൻ അവർ തയ്യാറായിട്ടുള്ളത്. ഒരിക്കലും അനീതിയോട് കോംപ്രമൈസ് ചെയ്യാൻ സ്വഹാബാക്കളും തയ്യാറായിരുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃക. നാം സ്വഹാബാക്കളെ റോൾ മോഡലാക്കുന്നവരാണ്. നാം ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റോൾ മോഡലാക്കുന്നവരാണ്. അല്ലാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കൾ, മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ, ഫുഖഹാക്കൾ, ഇവരൊക്കെയും അനീതിക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലേ? 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ നേരിട്ടവരാണ്. മഹാനായ ഇമാമുൽ അഅ്ളം, മഹാനായ ഇമാം എന്നറിയപ്പെടുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് വലിയ മഹാനാണ്. സ്വഹാബാക്കളോട് നേരിട്ട് ഇടപെട്ടിട്ടുള്ള മഹാനാണ്. എന്നാൽ ആ ഇമാം അബൂ ഹനീഫ പോലും ഭരണകൂടം, ഏത് ഭരണകൂടം? മുസ്ലിം ഭരണകൂടം. മുസ്ലിം ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യപരമായ തീരുമാനങ്ങൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ, അവരുടെ മുന്നിൽ മുട്ടുമടക്കി കൊടുക്കാത്തതിന്റെ പേരിൽ, ഭരണകൂടം വിധിച്ചു കൊടുക്കുന്ന പരമാധികാരികളോട് കടന്നു ചെന്ന് അവർ നൽകുന്ന സ്ഥാനമാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ ഘോഷാന പാടാൻ തയ്യാറാകാതിരുന്നതിന്റെ പേരിൽ മഹാനായ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് എന്ന മഹാനായ പണ്ഡിതൻ, ലോകം കണ്ട മഹാനായ പണ്ഡിതൻ ഇമാം അബൂ ഹനീഫ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടില്ലേ? പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലേ? ആ പീഡനങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ഈ ലോകത്ത് നിന്ന് ഇഹലോകവാസം വെടിയേണ്ടി വന്നിട്ടില്ലേ? അതേപോലെ ഇസ്ലാമിക ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പല നാടുകളിലും ഇന്ന് പിൻപറ്റുന്ന മദ്ഹബുകളുടെ ഇമാമിങ്ങളുണ്ട്. മാലികി മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും ഒക്കെ ഇമാമിങ്ങൾ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് ഭരണകൂടത്തിനെതിരെ അവർ ശബ്ദിച്ചിട്ടുണ്ട്. നീതി നിഷേധത്തിനെതിരെ അവർ ശബ്ദിച്ചിട്ടുണ്ട്. അസത്യത്തിനെതിരെ അവർ ശബ്ദിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ആരാണ്? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിന്റെയോ ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നയാളുടെ കാര്യമല്ല പറയുന്നത്. മദ്ഹബിന്റെ ഇമാമിങ്ങൾ ശുദ്ധ ഖുർആനും ഹദീസും മുന്നിൽ വെച്ചിട്ട് എങ്ങനെയാണ് നാം ചരിക്കേണ്ടത്, എങ്ങനെയാണ് അമലുകൾ ചെയ്യേണ്ടുന്നത് എന്ന് കൃത്യമായി ഇസ്ലാമിക സമൂഹത്തിന് ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും ഒരുപാട് ചർവണത്തിന് വിധേയമാക്കി ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള എന്റെയും നിങ്ങളുടെയും ഗുരുനാഥന്മാർ, അങ്ങനെയുള്ള ആ മഹത്തുക്കൾ പോലും തങ്ങൾ അധിവസിക്കുന്നതായ പരിസര
പരിസരത്ത് നടമാടപ്പെടുന്ന നീതി നിഷേധത്തിനെതിരെ ശബ്ദിച്ച് അതിന്റെ പേരിൽ കാരാഗ്രഹത്തിന്റെ ഇരുമ്പടികൾക്കുള്ളിൽ അടയ്ക്കപ്പെടുകയും പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ആ പീഡനങ്ങളുടെ പേരിൽ പിന്നിൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു എങ്കിലും ശരീരത്തിന് രോഗം ബാധിച്ച് ആ രോഗത്തിന്റെയും അവശതയുടെയും പേരിൽ അവർ ഈ ലോകത്ത് നിന്ന് പടച്ചവരിലേക്ക് യാത്രയാകാൻ വിധിക്കപ്പെട്ടവരാണ്. നാം അവരെയാണ് ആദരവോടെ ബഹുമാനത്തോടെ കാണുന്നത്. നമ്മുടെയൊക്കെ ഇമാം മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ആരായിരുന്നു ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്? ഇമാം ഷാഫിഈ തങ്ങളുടെ ചരിത്രത്തിൽ പോലും ഭരണകൂടത്തിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ അദ്ദേഹം ശബ്ദിച്ചിട്ടുണ്ട്. അതിനെതിരെ അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇമാം ഷാഫിഈ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ കൊണ്ടുപോയി കള്ളക്കേസുകൾ ചാർത്തി കള്ളവിചാരണ നടത്തി. ഇമാം ഷാഫിഈക്ക് വധശിക്ഷയായിരുന്നു അന്നത്തെ ഭരണകൂടം വിധിച്ചത്. എന്നാൽ അവസാന സമയവും തന്റെ നിലപാടിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ കൊലമരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അവസാനം അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടി അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ സാധിച്ചത്. ഇതൊക്കെ നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മഹത്തുക്കളായ ഇമാമിങ്ങളുടെ ചരിത്രമാണ്. നീതിയിൽ നിന്ന് അണുവിട വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. ഭരണകൂടത്തിന്റെയും ഭൂരിപക്ഷത്തിന്റെയും കൊള്ളരുതായ്മകൾക്കെതിരെ നിശബ്ദത പാലിക്കാൻ ഒരിക്കലും നമ്മുടെ മുൻഗാമികൾ തയ്യാറായിരുന്നില്ല. ഒരു വിശുദ്ധ റബീഉൽ ആഖിർ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മഹാനായ ജീലാനി തങ്ങൾ, അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന മഹാനുഭാവന്റെ സ്മരണകൾ നമുക്കിടയിലേക്ക് കടന്നു വരികയാണ്. പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന്റെ ദറജാത്തുകൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ആരായിരുന്നു മഹാനായ ജീലാനി തങ്ങൾ? ഇറാഖിലെ ബാഗ്ദാദിലെ ജാമിഅ മസ്ജിദിലെ മിമ്പറിൽ നിന്നുകൊണ്ട് ഭരണകൂടം കാട്ടുകൂട്ടുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ ശബ്ദമുയർത്തിയ ആളായിരുന്നു മഹാനായ ജീലാനി തങ്ങൾ. എത്രത്തോളം ഒരു ദിവസം അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഭരണാധികാരി നിസ്കരിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ അന്നത്തെ ദിവസത്തെ ജുമുഅ ഖുത്ബയുടെ വിഷയം പോലും ഭരണകൂട ഭീകരത എന്ന വിഷയം തിരഞ്ഞെടുത്ത മഹാനായ ജീലാനി തങ്ങളെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരുമെങ്കിൽ നാം തിരിച്ചറിയുക, ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നീതിയോടൊപ്പം നിൽക്കുക എന്ന ഒരു സന്ദേശം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച സന്ദേശം അതാണ്. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച സന്ദേശം അതാണ്. സഹാബാക്കൾ പഠിപ്പിച്ച സന്ദേശം അതാണ്. ഔലിയാക്കളും ആരിഫീങ്ങളും മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും താരീഖിന്റെ ഉലമാക്കളും ഫുഖഹാക്കളും ഇമാമിങ്ങളും ഒക്കെയും അവരുടെ ജീവിതത്തിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചതാണ് എങ്കിൽ ആ മഹത്തുക്കളുടെ ആ സൽസരണിയിലൂടെ കടന്നു പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലും നീതിയിൽ അധിഷ്ഠിതമായ നിലപാടുകൾ എടുക്കാൻ തയ്യാറാകേണ്ടുന്നവരുണ്ട്. ഭരണകൂടത്തെ ഭയപ്പെടേണ്ടവരല്ല നാം നീതിയോടൊപ്പം നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തന്നെ കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. ഖുർആൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലാഹു വിളിക്കുന്നത് മുഅ്മിനീങ്ങളെയാണ്. ഒരണുകിടെയെങ്കിലും ഈമാൻ ഹൃദയത്തിലുണ്ട് എങ്കിൽ, കടുകുമണിയോളം ഹൃദയത്തിൽ ഈമാനുള്ളവരാണ് എങ്കിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുവിനോട് സാക്ഷികളാകുന്നവരായ നിലയിൽ നിങ്ങൾ നീതിയോടൊപ്പം നിലനിൽക്കുക. നീതിയെ നിലനിർത്തുന്നതിനായി നിങ്ങൾ ഓരോരുത്തരും കർമ്മരംഗത്തേക്ക് വരിക. ഖുർആൻ എന്നിട്ട് ഒറ്റയടിക്ക് പറഞ്ഞു, വലൗ അലാ അൻഫുസികും അബിൽ വാലിദൈനി വൽ അഖറബീൻ. അത് നിങ്ങൾക്ക് തന്നെ പ്രതികൂലമായിരുന്നാലും ഖുർആനിന്റെ ആ പ്രഖ്യാപനമാണ് ശ്രദ്ധിക്കേണ്ടത്. എത്രത്തോളം ഇസ്ലാം നീതിക്ക് സ്ഥാനം കൊടുക്കുന്നു. നിങ്ങൾക്ക് തന്നെ എതിരായി മാറിയാലും, രണ്ടാമത് പറഞ്ഞു നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായി മാറിയാലും, മൂന്നാമത് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്ക് എതിരായി വന്ന് ഭവിക്കുമെന്ന് പറഞ്ഞാലും നീതിയോടൊപ്പം നിങ്ങൾ നിലനിൽക്കണം. നീതിയെ സ്ഥാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നീതിയോടൊപ്പം നിൽക്കേണ്ടവരാണ് വിശ്വാസികളെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ അലാ മനാബിരിൻ മിൻ നൂരി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവർ പ്രകാശത്തിന്റെ പീഠങ്ങളിലാണ് പടച്ച തമ്പുരാൻ അവരെ ഇരുത്തുന്നത്. അതൊരു ആദരവാണ്. അള്ളാഹു പാരത്രിക ലോകത്ത് പ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ പീഠങ്ങളിൽ നീതിമാന്മാരെ അള്ളാഹു തആല പിടിച്ചിരുത്തും. ഇതാണ് ഒരു മുസ്ലിം എടുക്കേണ്ടുന്ന നിലപാട് എങ്കിൽ സഹോദരങ്ങളെ, വർത്തമാന സാഹചര്യങ്ങളിൽ നമുക്കറിയാം നീതി നിഷേധങ്ങൾ പലതും നടത്തപ്പെടുകയാണ്. അവകാശ ലംഘനങ്ങൾ പലതും നടത്തപ്പെടുകയാണ്. ഒരു പൗരത്വ ബില്ലിലൂടെ, കാശ്മീർ വിഷയങ്ങളിലൂടെ, കരിനിയമങ്ങളിലൂടെ, പല നിലകളിലും
നീതി നിഷേധം നടപ്പിലാക്കപ്പെടുമ്പോൾ ഏറ്റവും അവസാനം നമ്മളൊക്കെ ചർച്ച ചെയ്യാൻ പോലും ഭയപ്പെടുന്ന ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ പോലും തികച്ചും നീതി നിഷേധമാണ് നടന്നിരിക്കുന്നത്. ബാബരിയുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കണം. 1528 മുഹമ്മദ് വഹീറുദ്ദീൻ ബാബർ എന്ന തികഞ്ഞ ഒരു ഇസ്ലാമിക വിശ്വാസിയായ ഭരണാധികാരി, മുഗൾ ചക്രവർത്തിമാരിൽ ഒരല്പസ്വല്പമൊക്കെ ദീനീ ബോധമുണ്ടായിരുന്ന, അല്ലെങ്കിൽ ദീനിന് വലിയ പ്രാധാന്യം നൽകിയിരുന്ന 2 രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഔറംഗസീബ് ആലംഗീരി റഹിമഹുള്ളയും രണ്ടാമത്തേത് മഹാനായ മുഹമ്മദ് വഹീറുദ്ദീൻ ബാബറുമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കമാൻഡറായ മീർ ബാക്കി എന്ന വ്യക്തി ബാബറിന്റെ നിർദ്ദേശപ്രകാരം ഫൈസാബാദിലെ അവധ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പള്ളി പണിയുകയും 421 വർഷം 949 ഡിസംബർ 22 വരെയും അവിടെ നിസ്കാരം നടന്നിരുന്നു. 21 ഇശാ നിസ്കാരം പണി അവിടെ ജമാഅത്തായി നടന്നിരുന്നു. എന്നാൽ അതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ മേൽ അവകാശം ആരോപിച്ചു കൊണ്ടുവന്ന ചില ആളുകൾ, ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇശാ നിസ്കാരം കഴിഞ്ഞ് മുഅദ്ദിനുമൊക്കെ വീട്ടിലേക്ക് പോയപ്പോൾ മതിൽ ചാടി കടന്ന് പള്ളിയുടെ പൂട്ട് തകർത്ത് കതക് തള്ളി തുറന്ന് അതിലേക്ക് ചില വിഗ്രഹങ്ങൾ കൊണ്ടുവെക്കുകയുണ്ടായി. എന്നിട്ട് അത് സ്വയംഭൂവായി പൊട്ടിപ്പുറപ്പെട്ടു എന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവകാശങ്ങൾ സ്ഥാപിച്ചെടുത്തിട്ട് 421 വർഷം നിസ്കാരം നടന്നിരുന്ന ഒരു പള്ളി. ഇത് നമ്മുടെ കേവല അവകാശവാദങ്ങളല്ലല്ലോ, ഇത് കോടതി തന്നെ മുന്നോട്ട് പറഞ്ഞതല്ലേ. നമ്മൾ കണ്ടില്ലേ സുപ്രീം കോടതിയുടെ വിധി, നമ്മൾ വ്യക്തമായതൊന്ന് വായിച്ച് മനസ്സിലാക്കണം. എല്ലാ വിഷയത്തിലും തീർച്ചയായും ഇസ്ലാമിക സമൂഹത്തോടൊപ്പം തന്നെയായിരുന്നു നീതി. അതായത് അവിടെ പള്ളി പണിയുന്നതിന് മുമ്പ് ഒരു കെട്ടിടമുണ്ടായിരുന്നു. പക്ഷേ പലരും ആരോപിക്കുന്നത് പോലെ അത് ക്ഷേത്രമാണ് എന്നതിന് ഒരു തെളിവുമില്ല എന്ന് സുപ്രീം കോടതി, ഇന്ത്യയിലെ പരമോന്നത നീതികൂടം, ബഹുമാനപ്പെട്ട കോടതി തന്നെ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരു കെട്ടിടം ക്ഷേത്രമാണ് എന്നതിന് യാതൊരുവിധ തെളിവുമില്ല. അവിടെയാണ് പള്ളി പണിഞ്ഞത്. ആ പള്ളിയിൽ ഒരു കൂട്ടർ അതിക്രമിച്ചു വന്നിട്ടാണ് അവിടെ വിഗ്രഹം വെച്ചത്. അതിക്രമിച്ചുകൊണ്ടാണ് ആ പള്ളി തകർത്ത് കളഞ്ഞത് എന്നെല്ലാം കോടതി പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പറയുന്നു, ഇസ്ലാമിക സമൂഹത്തിന്റെ 67 ഏക്കർ, പലരും ഇപ്പം കരുതുന്നത് 2.77 ഏക്കർ തർക്കസ്ഥലം അതങ്ങ് വെച്ചിട്ട് ബാക്കി 5 ഏക്കർ ഏതോ കാട്ടിൽ തന്നാ നമുക്ക് വലിയ ലാഭമല്ലേ, 2 ഇരട്ടി ലാഭം ഉണ്ടായില്ലേ എന്ന നമ്മൾ തിരിച്ചറിയണം. ബാബരി മസ്ജിദും അതിന്റെ അനുബന്ധ ഖബർസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും ഉൾപ്പെടെ ഏകദേശം 66-ലധികം ഏക്കർ സ്ഥലമുണ്ട്. അത് മുഴുവനും മറ്റവർക്ക് വിട്ടുകൊടുത്തിട്ട് വെറും 5 ഏക്കർ സ്ഥലം അതും വാങ്ങിച്ചിട്ട് അങ്ങ് വീട്ടിൽ പോയാൽ പോരെ? ആ പ്രശ്നം അതോടൊപ്പം ഒന്നും തീരുന്നില്ല. ഇതോടുകൂടി പ്രശ്നങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ഈ ഒരു കോടതി വിധി മുന്നിലേക്ക് വെച്ച് കെട്ടിച്ചമയ്ക്കപ്പെട്ട വിശ്വാസത്തിന്റെ പേരിൽ മാത്രം ഒരു പള്ളി തകർത്തിട്ട് അവസാനം അതിന്റെ പേരിൽ വർഷങ്ങളോളം കേസ് നടത്തിയിട്ട് മറുഭാഗത്തുള്ള അക്രമികളുടെ ഭാഗത്തു നിന്ന് അക്രമവും ഉണ്ടാകുമെന്നുള്ള ഭയപ്പാട് കൊണ്ട് മാത്രം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് കീഴ്വഴക്കങ്ങൾ മുഴുവനും ലംഘിച്ചുകൊണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുപ്രീം കോടതിക്ക് ഒരു കീഴ്വഴക്കമുണ്ട്. അഥവാ ഒരു വിധി വായിക്കുമ്പോൾ ഈ വിധി ആരാണ് എഴുതി തയ്യാറാക്കിയത് എന്ന പേര് പോലും പരസ്യപ്പെടുത്തണമെങ്കിൽ ആ പേര് പോലും പരസ്യപ്പെടുത്തിട്ടില്ല. ഭരണകൂടം എഴുതി കൊടുക്കുന്നത് വായിക്കാൻ മാത്രം വിധിക്കപ്പെടുന്ന നിലയിൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തെ പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ പോലും പേടിപ്പിച്ച് തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരാമെന്ന് ശ്രമിക്കുന്നതായ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നതായ ഭരണകൂട ഭീകരവാഴ്ചയുടെ കാലഘട്ടത്തിൽ നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ നിർബന്ധമായും ബാധ്യതയുള്ളവരാണ് നാം ഓരോരുത്തരുമെന്ന് തിരിച്ചറിയുക. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച പാരമ്പര്യം അതാണ്. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച ജീവിതം അതാണ്. നാമൊക്കെ ആദരവോടെ ബഹുമാനത്തോടു കൂടി കാണുന്ന ബഹുമാനനായ വലിയ പോലെ, മഹാനായ ഉമറും സയ്യിദ് അലവി തങ്ങളെ പോലെ, മഹത്തുക്കളായ മഖ്ദൂമി പണ്ഡിതന്മാരെ പോലെ, മഹത്തുക്കളായ ദൈവന്തി പണ്ഡിതന്മാരെ പോലെ, മഹത്തുക്കളായ ദഗ്നബി പണ്ഡിതന്മാരെ പോലെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു പാരമ്പര്യമുണ്ട്. നീതി നിഷേധം നടപ്പിലാക്കപ്പെടുമ്പോൾ, അക്രമ ഭരണകൂടം നിലവിൽ വരുത്തപ്പെടുമ്പോൾ സത്യത്തിനു വേണ്ടി ശബ്ദിക്കാൻ നമുക്ക് സാധ്യമാകണം.
നമുക്ക് മുസ്ലിമുകളാണ്. ഈ രാജ്യത്ത് നമുക്ക് അവകാശങ്ങളുണ്ട്. ഈ രാജ്യത്തെ പൗരന്മാരാണ്. സുപ്രീം കോടതി വിധിക്കെതിരെ മറ്റൊരു റിവ്യൂ പെറ്റീഷനുമായി പോകാൻ പാടില്ല എന്നൊക്കെയാണ് ചില ആളുകളുടെ അനാവശ്യമായ ഒരു ഭയപ്പാട്. അവിടെ നമ്മൾ കാണുന്നില്ലേ, പല വിധികൾക്കുമെതിരെ എത്രയോ പെറ്റീഷനുകൾ പോയിട്ടുണ്ട്. കേരളത്തിന്റെ മണ്ണ് കലാപത്തിന്റെ ഭൂമിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രയോ സർക്കാരിന്റെ വസ്തുവകകൾ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു ശബ്ദം ഉയർത്താത്തവർ ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ വന്നപ്പോ പിന്നെ വലിയ രാജ്യസ്നേഹികളായി മാറുകയാണ്. അങ്ങനെ സുപ്രീം കോടതി വിധിക്കെതിരെ നമുക്ക് ചോദ്യം ചെയ്യാൻ പാടുണ്ടോ എന്ന്. ഇന്ത്യ രാജ്യം ഒരു സർവ്വസ്വാതന്ത്ര്യ മതേതര ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ എന്ന പേരിലൂടെ തന്നെ സർവ്വസ്വാതന്ത്ര്യം എന്ന മഹത്തായ മൂല്യം അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടോ എങ്കിൽ ഈ രാജ്യത്തെ പൗരന്മാരെന്നുള്ള നിലയിൽ നമ്മുടെ മുൻഗാമികൾ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന അവകാശവാദവും പാരമ്പര്യവും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ നമുക്ക് സാധ്യമാകും. ഇസ്ലാമിക വിധി പ്രകാരം പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഒരു ഭൂമി, പള്ളിയായി നിലനിന്ന പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമി, ബാബരി മസ്ജിദ് 421 വർഷം പള്ളിയായിരുന്നു. പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയായിരുന്നു. അവിടെ 4.5 നൂറ്റാണ്ട് കാലം നിസ്കാരം നടന്നിരുന്നു. അവിടെ ഒരു ഇമാമും മുഅദ്ദിനും ഉണ്ടായിരുന്നു. അവിടെ ജമാഅത്തായി നിസ്കാരങ്ങൾ നടത്തപ്പെട്ടതാണ്. അങ്ങനെ ഒരു പള്ളി 421 വർഷം അല്ലാഹുവിന്റെ പള്ളിയാണ്. ഇസ്ലാമിന്റെ വിധി പ്രകാരം പള്ളിക്ക് വേണ്ടി നീക്കിവെക്കപ്പെട്ട ഒരു സ്ഥലം എന്ന് മാത്രമല്ല, ആ പള്ളി നിർമ്മിക്കപ്പെട്ട ഇഷ്ടിക കഷണങ്ങൾ പോലും പള്ളിക്ക് വേണ്ടിയിട്ടല്ലാതെ മറ്റൊന്നും ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന്. അതാണ് ഇസ്ലാമിന്റെ വിധിയെങ്കിൽ, അതാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ അത് ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരം അത് പിടിച്ചെടുക്കപ്പെട്ട സ്ഥലത്താണെന്ന് പറഞ്ഞ് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ട് വന്നിട്ട് ഇവിടുത്തെ പോലീസും പട്ടാളവും തകർത്ത് കളഞ്ഞതല്ലോ. ഗവൺമെന്റ് സംവിധാനങ്ങളെ പോലും ചോദ്യം ചെയ്തുകൊണ്ട്, സർക്കാരിന്റെ നിയമത്തെ പോലും തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു കൂട്ടം അക്രമികൾ ഒരു ഡിസംബർ 6 ആ പള്ളിയുടെ താഴികക്കുടങ്ങളിലേക്ക് ചാടിക്കയറി അത് തകർത്ത് കളയുകയായിരുന്നില്ലേ? അത് അന്വേഷിക്കാൻ പോലും ഇവിടെ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് കമ്മീഷനുകളെ ഏൽപ്പിച്ചിരുന്നില്ലേ? അതിന്റെ പേരിൽ ഇന്ന ആദികൾ പ്രതിയാണ് എന്ന കമ്മീഷൻ റിപ്പോർട്ട് വന്നില്ലേ? സുപ്രീം കോടതി പോലും അത് അന്യായമായിട്ടാണ് തകർത്ത് കളഞ്ഞതെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ ഇവിടെ അവകാശം നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്, നീതി നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. ആരുടെയും ഒരു ഭൂമിയും തട്ടിപ്പറിക്കാനല്ല, മറിച്ച് നമുക്ക് അവകാശമുള്ള നമ്മുടെ പള്ളിയായിരുന്ന ഒരു സ്ഥലം, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നാം ഓരോരുത്തരും ശബ്ദമുയർത്തേണ്ടത്. അല്ലാഹു തആല നിർഭയത്വത്തോടുകൂടി ശബ്ദമുയർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഭവനമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കേ, നമ്മുടെയൊക്കെ വീട്ടിന്റെ 1 സെന്റ് ഭൂമി, എന്തിനാ 1 സെന്റ്? തൊട്ടടുത്ത വീട്ടിൽ ഒരാൾ മതില് കെട്ടുമ്പോ ആ കല്ല് ഒരടി ഒന്ന് കെട്ടിയിട്ടാൽ വിട്ടുകൊടുക്കാൻ നമ്മളൊന്നും തയ്യാറാവില്ല. എത്ര വർഷം കേസ് കിടക്കും? സ്വന്തം രക്തബന്ധുക്കളോട്, സ്വന്തം സഹോദരി സഹോദരന്മാരോട്, മാതാപിതാക്കൾക്കെതിരെ പോലും കോടതിയിൽ കേസെടുക്കും നമ്മൾ 5 സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ട്, അല്ലേ? നമ്മുടെ സ്വന്തമായപ്പോ അള്ളാഹുവിന്റെ സ്വന്തം ഭവനം, അള്ളാഹുവിന്റെ ഒരു പള്ളി, വഖഫിന്റെ ഏക്കർ കണക്കിന് സ്വത്ത്, അതങ്ങോട്ട് പോട്ടെ, അങ്ങ് തീർന്നല്ലോ, ഈ പ്രശ്നം അങ്ങ് തീർന്നല്ലോ. പക്ഷെ അങ്ങനല്ല, ഇനിയും 3003 പള്ളികൾ ബ്ലാക്ക് ലിസ്റ്റിൽ തയ്യാറാക്കി കാത്തിരിക്കുകയാണ്. ഇതിങ്ങനെ അങ്ങ് പേടിച്ചിട്ട് പോട്ടെ എന്ന് വിധിക്കപ്പെട്ടാൽ പിന്നെ എവിടെയൊക്കെ എന്തൊക്കെ നടക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ധീരതയോടുകൂടി നിലപാടുകൾ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പറഞ്ഞു വന്ന വിഷയം, ഇസ്ലാം നീതിയുടെ മാർഗമാണ്. റസൂലുള്ളാഹി തങ്ങൾ നീതിയുടെ പ്രവാചകന്മാരാണ്. എല്ലാ പ്രവാചകന്മാരും നീതിയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അംബിയാ മുർസലീങ്ങൾ മാത്രമല്ല, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ, ഫുഖഹാക്കൾ, ഇമാമിങ്ങൾ എല്ലാവരും നീതിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചവരാണ്. അതുകൊണ്ട് നാമും നീതിയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക. പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, മുസ്ലിം സമൂഹത്തിന്റെ ഒരു ഐക്യ സംഘടനയായ എല്ലാ സംഘടനകളും ഒന്നു ചേർന്നുകൊണ്ടുള്ള ഒരു പൊതു പ്ലാറ്റ്ഫോമായ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അതിന്റെ നിയമപരമായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക, അതോടൊപ്പം പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ്
പിന്നെ ഈ ഡിസംബർ 5-ാം തീയതി അഥവാ അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 4:30 മുതൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ പള്ളി ഇമാമിങ്ങളുടെയും ഖതീബുമാരുടെയും മുദരിസീങ്ങളുടെയും മുതഅല്ലിമീങ്ങളുടെയും ഒക്കെ എല്ലാവരും ഒന്നുചേർന്നുകൊണ്ട് ബാബരി മസ്ജിദാണ് നീതി എന്ന പേരിൽ ഒരു വലിയ പ്രക്ഷോഭ പരിപാടി ഇൻഷാ അല്ലാഹ് അവിടെ നടക്കാൻ പോവുകയാണ്. വരുന്ന വ്യാഴാഴ്ച ഡിസംബർ 5-ാം തീയതി. ഇത് ഏതെങ്കിലും ഒരു പള്ളി എന്നുള്ള നിലയിൽ തള്ളിക്കളയേണ്ടതല്ല. ഇത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനത്തിന്റെ അന്തസ്സിന്റെ പ്രശ്നമാണ്. ഇത് ഇന്ത്യയിലുള്ള മുഴുവൻ പള്ളികളുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഖുർആന്റെ ആയത്ത് നാം ശ്രദ്ധിക്കണം. അല്ലാഹു പറയുന്നു, നിങ്ങളിൽ ചില ആളുകൾ, അക്രമികളായ മറ്റു ചില ആളുകളെ പ്രതിരോധിക്കേണ്ട സമയത്ത് പ്രതിരോധിച്ചില്ല എങ്കിൽ അങ്ങനെ പ്രതിരോധിച്ചില്ല എങ്കിൽ, പ്രതികരിച്ചില്ല എങ്കിൽ ഒരു നാടിന്റെ സമാധാന അന്തരീക്ഷം തകർന്നു പോകും. നിങ്ങളുടെ പ്രതികരണ ശേഷി നിന്നുപോയാൽ പള്ളികൾ മാത്രമല്ല, ഇവിടുത്തെ ആരാധനാലയങ്ങളും മഠങ്ങളും ചർച്ചുകളും മുസ്ലിം പള്ളികളും ഉൾപ്പെടെ തകർക്കപ്പെടും. അതുകൊണ്ട് ഒരു രാജ്യത്ത് സമാധാനം നിലനിൽക്കണമെങ്കിൽ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിരിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. പടച്ചവൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഡിസംബർ 5-ാം തീയതി ഇൻഷാ അല്ലാഹ് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വൈകുന്നേരം 4:30 ഇമാമിങ്ങളുടെ ഖതീബുമാർ, മുദരിസീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും പ്രതിനിധികളുടെയും നേതൃത്വത്തിലൊക്കെ ഒരുപാട് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന തിരിച്ചറിവോടെ നാം ഓരോരുത്തരും അതിൽ പങ്കെടുക്കുക, പങ്കാളികളാവുക, വിജയിപ്പിക്കുക, നീതിയുടെ പക്ഷം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വ അലാ ആലിഹി വസല്ലം തസ്ലീമ. അല്ലാഹു പ്രദർശനം കേട്ടതുമായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകണേ. അല്ലാഹുവിന്റെ സംഭാവന നൽകിയവരുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി തമ്പുരാനെ. ആശുപത്രിയിൽ കഴിയുന്നവർക്ക് സമാധാനം നൽകണേ. പ്രസവനെ കിഡ്നി സംബന്ധമായ രോഗങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സമൂഹത്തിന്റെ രോഗങ്ങളെ മാറ്റിക്കൊടുക്കണേ. അല്ലാഹുവേ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇപ്പോൾ ആശുപത്രിയിൽ ഓപ്പറേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന 4 വയസ്സിന് താഴെയുള്ള പെണ്ണുമോൾ, ആ പെണ്ണുമോളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കണേ. അല്ലാഹുവേ ഓപ്പറേഷൻ വിജയകരമാക്കണേ തമ്പുരാനെ. ഹൈറും ബറക്കത്തിലാകണമേ. അല്ലാഹുവേ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ പങ്കെടുക്കാൻ പോകുന്ന സഹോദരൻ ദുആ കൊണ്ട് വസിയത്ത് സഹോദരന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ. അല്ലാഹ് ഹൈറാണെന്നെങ്കിൽ അല്ലാഹുവിന്റെ ജോലിയിലേക്ക് നീ അടുപ്പിക്കണേ തമ്പുരാനെ. സത്യസന്ധതയിലൂടെ അതിൽ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ. അല്ലാഹുവേ ഞങ്ങളെ നീ നീതിയുടെ ഭർത്താക്കളാക്കണേ തമ്പുരാനെ. സത്യത്തോടൊപ്പം നിലനിൽക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതിന്റെ പേരിൽ എന്ത് പ്രതിസന്ധി വന്നാലും അല്ലാഹുവേ ഈമാനോടെ അതിനെ നേരിടാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ ഞങ്ങളെ കാത്തുകൊള്ളണേ തമ്പുരാനെ. അല്ലാഹുവേ ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കാൻ പടച്ചവനെ ഇന്ത്യയിലെ സത്യസന്ധരായ നീതിയോടൊപ്പം നിൽക്കുന്ന ജനതയ്ക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അന്തസ്സോടെ നിർവഹിക്കത്തോടെ അവിടെ ഇബാദത്തുകൾ നിർവഹിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിർത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ പടച്ചവനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصل على محمد النبي الامي واله وصحبه اجمعين والحمد